നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി വിരുന്നിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിൻ്റെ ഒരു ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. കാരണം നമ്മുടെ ഷോയിൽ വളരെയധികം സാന്നിധ്യമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. വിരുന്നിന്റെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ധന്യമാക്കാൻ എത്തിയിരിക്കുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. വിരുന്നിന്റെ പ്രേക്ഷകർക്ക്, കാരണം ലോകമെമ്പാടുമുള്ള നമ്മളുടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ത്യയിൽ ഒട്ടാകെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രോഗികൾക്ക് കൃത്യമായ ട്രീറ്റ്മെൻറ്റിലൂടെ, സിദ്ധ ചികിത്സയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരുമ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചിട്ടുള്ള, നേടിക്കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും 25 വർഷത്തെ ചികിത്സാ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം. ശ്രുതി സായി സിദ്ധ വൈദ്യാശ്രമം എന്ന പാലക്കാട് ജില്ലയിലെ കൊളുപ്പറമ്പ് എന്ന ഒരു മനോഹരമായ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആരോഗ്യ മേഖലയിലെ മികച്ച വ്യക്തിത്വം ശ്രീ സേതുമാധവൻ വൈദ്യരെ കുറിച്ചാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എപ്പിസോഡുകളൊക്കെ നമ്മൾ മുൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ധന്യമാക്കാൻ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ശ്രീ സേതുമാധവൻ വൈദ്യരെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ആദ്യം തന്നെ വിരുന്നിന്റെ പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ താങ്കളുടെ തുടക്ക കാലഘട്ടത്തെക്കുറിച്ചൊന്നും ചോദിച്ചറിയേണ്ട സാഹചര്യമില്ല. കാരണം നമ്മുടെ ഈ പ്രോഗ്രാം ഓൾറെഡി കണ്ടിട്ടുള്ളതുകൊണ്ട്. എങ്കിലും നമ്മുടെ ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ താങ്കളുടെ ആദ്യകാല ഓർമ്മകളെ പങ്കുവെക്കുന്നതൊപ്പം തന്നെ നമ്മൾ പ്രധാനമായും ചെയ്യുന്ന ചികിത്സാ രീതികളെക്കുറിച്ചും നമുക്ക് പറയാം. ഇപ്പോൾ ഏകദേശം 25-ൽ പരം വർഷമായി താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ട് ആ തുടക്കകാലത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആ അന്നത്തെ കാലത്ത് നമ്മൾ ചെയ്തു വന്നിരുന്ന ചികിത്സാ രീതികളെക്കുറിച്ചും ഒന്ന് പറയും. തുടക്കകാലത്ത് വലിയ ഇതൊന്നുമില്ല. സാധാരണ പോലെ തന്നെ, എല്ലാവരും പോലെ തന്നെ നമ്മൾ വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കാതെ അത് വെച്ച് കഴിഞ്ഞാൽ വേണോ വേണ്ടോ എന്നുള്ളതിലായിരുന്നു. കാരണം വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യും. കാരണം പൊതുവേ പാരമ്പര്യ വൈദ്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, വൈദ്യന്മാർക്കൊന്നും ഒരു നിലനിൽപ്പില്ലാത്ത സമയം, പിന്നെ ആരും ഇതില്ല. അപ്പം അങ്ങനെ ഇപ്പം നമുക്ക് വേണോ വേണ്ടോ എന്നുള്ളതിൽ അങ്ങനെ വിട്ടുപോയത്. പക്ഷേ വിധി നമ്മളിതിൽ തന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്, അതാണ് ഏറ്റവും വലിയൊരു ഇതാണ്. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് പോയാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിനകത്തേക്ക് വരികയാണ്. പലതവണയാണ് അങ്ങനെ വന്നത്. പണ്ട് ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ പുറത്തു വരാതിരിക്കില്ലല്ലോ. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആർക്കെങ്കിലും സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ കുടുംബക്കാർക്ക് ആർക്കെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ നീ അതെടുത്ത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി, അതിനു വേണ്ടി പ്രത്യേകിച്ച് നീ എവിടെയും പോകുന്നു വേണ്ട, അങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ അവർ അതിലിങ്ങനെ, അതാണ് തുടക്കത്തിലുള്ളത് കാര്യങ്ങൾ. അപ്പോൾ അതങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും വന്ന് ചോദിക്കാറുണ്ട്, എന്താണ് നമുക്ക് എന്താ ചെയ്യാം, നിങ്ങളിത് ചെയ്തുകൂടെ നമ്മൾ നമുക്ക് ചെയ്യുന്നത് അതല്ല, ഒരു പരിധിയുണ്ട്, കയറി ചെയ്യാൻ പറ്റില്ല, പിന്നെ അറിയാമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കാലക്രമേണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയാണ്. ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങി. നമുക്കത് പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ല, അവർക്ക് മരുന്ന് വേണം എന്നുള്ള കണ്ടീഷൻ നമ്മൾ മരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് നമ്മുടെ മരുന്ന് മറ്റൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ സ്വന്തമായിട്ട് മരുന്ന് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഒരു മരുന്നുകളും നമ്മൾ പുറത്തുനിന്ന് വാങ്ങില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി മരുന്നുകളൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയത്. ഇപ്പം നമ്മളിലേക്ക് എത്തുന്ന ഇപ്പം ഒരു ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കായാലും അല്ലെങ്കിൽ ത്വക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായാലും ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കായാലും എല്ലാം നമ്മൾ തന്നെ വെച്ചാൽ പ്രധാനം വെച്ചാൽ അടുത്തെല്ലാം ഈ ഡിസ്ക് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എല്ലിൻ്റെ പ്രോബ്ലമായിട്ട് ഇതിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കുറച്ച് എണ്ണ എന്തെങ്കിലും തൈലം വാങ്ങിച്ച് തേച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നത്. നമ്മൾ പല തൈലങ്ങളും പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ അത് വാങ്ങിച്ച് തേച്ചാൽ മതി. പക്ഷെ അവർ വന്ന് പറയുമ്പോൾ നമുക്കത് ഇതില്ല, ഗുണമില്ല, വൈദ്യരൻ എന്തെങ്കിലും ചെയ്തു തരണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മളൊരു സ്പെഷ്യൽ ഫോർമുലയില്ല. എല്ലാവരും തൈലങ്ങൾ കാച്ചിട്ടാണ്, ഞാൻ നേരെ കാച്ചാത്ത തൈലങ്ങൾ ഉണ്ടാക്കണം. അത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യസ്ഫുടത്തിൽ ഉണ്ടാക്കുന്ന ഒരു കുറേ തരം 8 വിധം എണ്ണകൾ, അതിൽ കൂടെ കുറച്ച് ഔഷധങ്ങൾ, ഇതെല്ലാം കൂട്ടിയിട്ട് സൂര്യസ്ഫുടം കൊണ്ട് മാത്രം 48 ദിവസം സൂര്യസ്ഫുടം ചെയ്യും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സൂര്യ വെളിച്ചത്തിൽ ഇതിനെതിരെ സ്ഫുടം ചെയ്യും. അത് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാറ്റിനെക്കാട്ടിയും സക്സസ് ആയി. ഞാനിവിടെ ഉപയോഗിക്കുന്ന എണ്ണ
ഈ ആർക്ക് വേദന വന്നു കഴിഞ്ഞാലും കൊടുക്കുന്നത് തന്നെ അതാണ്. തിളപ്പിച്ചിട്ടുള്ള തൈലമല്ല. തിളപ്പിച്ച തൈലങ്ങൾ വേറെ ഉണ്ട്, അതുണ്ട്. പക്ഷെ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മൾ തന്നെ സ്വന്തം ഉണ്ടാക്കുന്നത്. ഏത് തരം വേദനയായാലും ശരി, എങ്ങനെയായാലും വളരെ പെട്ടെന്ന് റിലീഫ് കിട്ടുന്നത്. അതെല്ലാവർക്കും ഇവിടെ അടുത്തുള്ളവരൊക്കെ ഒരു മുട്ടുവേദനയാണ്, കായവേദന ചില. അപ്പം നമുക്ക് പ്രധാനമായിട്ടൊന്നും ഇതില്ല, അത് കുറച്ച് തൈലെടുത്ത് കൊടുക്കും, അതായത് അവർ ഉപയോഗിച്ചിട്ട് പോയിട്ട് പറയാം എൻ്റെ കാലം ശരിയായി, അവർക്ക് തന്നെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള സംവിധാനം. നമ്മളിപ്പം പ്രധാനമായിട്ടും നമ്മളുടെ ചികിത്സകൾക്ക് നമ്മളെ തേടിയെത്തുന്നവർ അധികവും ഒരുപാട് മേഖലകളിൽ പോയി പരാജയപ്പെട്ടതിന് ശേഷമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തെ കുറിച്ച് എന്താണ്? ഇവിടെ വരുന്നവർ മറ്റുള്ളവർ കൈവിട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ അധികം വന്നിട്ടുള്ളത്. കാരണം അലോപ്പതിയിലായാലും സർജറി പറഞ്ഞിട്ടുള്ള ആൾക്കാർ, സർജറി അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറയുന്നവർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് വരുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു 18-19 വയസ്സായ ഒരു പെൺകുട്ടി, അത് നട്ടലിന് നട്ടലിൽ വളയുന്നതാണ് രോഗം. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 46 ഡിഗ്രിയോളം അവർക്ക് വളഞ്ഞിട്ടുണ്ട്. 46 ഡിഗ്രി. അപ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, വേദനയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് സർജറിയാണ്. പക്ഷേ ഈ ചെറിയ കുട്ടിക്ക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടേഴ്സ് പറയുന്നത് ഇപ്പോൾ വേണ്ട, അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം എന്നാണ്. പക്ഷേ ഫൈനൽ ഡിസിഷൻ സർജറിയാണ്. അത് 19 ചെയ്താലും ശരി, 26 ചെയ്താലും ശരി, സർജറി ഇല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ള ഘട്ടത്തിൽ അപ്പോൾ അവരിവിടെ വന്നിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ്. ആ 46 ഡിഗ്രി ഇപ്പോൾ വെറും 5 ഡിഗ്രിയേ ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് വാനിഷായി. നമ്മൾ പറഞ്ഞിട്ടുള്ളത് 28 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ്. അതിനുള്ളിൽ തന്നെ അത് ക്ലിയർ ആവും. ഇപ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു പകുതിയില്ല, ഒരു 80% ഇതായി റെഡി ആയിട്ടുണ്ട്. ആ കുട്ടിക്ക് വേദന ഇല്ല, ഒന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നമ്മളിവിടെ വരുന്ന നടക്കാനും നിൽക്കാനും പറ്റാത്ത ആൾക്കാരെ വരുന്നത്, അവരെ ശരിക്കും 0 ലെവലിലാക്കി വിടാം. സത്യം നമ്മുടെ ഈ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ ആദ്യമേ പോയി നമ്മുടെ സമയവും സാമ്പത്തികവും ഒക്കെ നഷ്ടപ്പെടുത്താതെ ഇതുപോലുള്ള കഴിവുകളുള്ള അല്ലെങ്കിൽ ഒരു സക്സസ് ലെവൽ കൂടുതൽ നിൽക്കുന്ന വൈദ്യന്മാരുടെ അടുത്ത് എത്തുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് സമയവും ലാഭം കിട്ടുവാൻ വളരെയധികം ഇത് കൃത്യമായിട്ട് അവരതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തരികയും ചെയ്യും. ഇവിടെ എൻ്റെ അടുത്ത് വരുന്ന രോഗികളുടെ രോഗം അവരെ കൊണ്ട് ഞാൻ പറയിക്കാറില്ല. ഇല്ല, നമ്മൾ പറയുന്നത്, നമ്മൾ നാടി വിളിച്ച് നോക്കിയിട്ട് പറയുന്നതാണ് ഇതില്. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അവർ അതിൽ ഇല്ലാതെ നമ്മൾ പറയാൻ പറ്റാതെ ചിലപ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് പറയുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവാം, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്കത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഈവൻ സ്കാനിങ് റിപ്പോർട്ടോ അല്ലെങ്കിൽ എക്സ്റേ റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് ഞാൻ പറയും അത് കാണിക്കണ്ട, ഞാൻ നോക്കിയിട്ട് പറയാം, അതിനപ്പുറം നിങ്ങൾ പറഞ്ഞാൽ മതി. അതിന് ശേഷം ഞാൻ പറയുന്ന ആള് സ്കാനിങ്ങിൽ ഉണ്ടെങ്കിൽ പിന്നെ അതില്ല, അതല്ലാതെ ഉണ്ടെങ്കിൽ എന്റെ തെറ്റാണല്ലോ, അത് ഞാൻ നോക്കിയിട്ട് അപ്പൊ എങ്ങനെ വെച്ചാൽ ഇവൻ ഇന്ന് നടന്ന ഒരു ഉദാഹരണമാണ്. ഇന്ന് കോഴിക്കോട് നിന്ന് ഒരു ടീം വന്നിരുന്നു. കോഴിക്കോട് ഫറൂഖ് ഒരു ലേഡിയാണ്, 40 വയസ്സുണ്ട്. അവർക്ക് L3 L4 L5 ഡാമേജ് ആണ്. അപ്പൊ അവരോട് സർജറിയാണ് പറഞ്ഞിരിക്കുന്നത്, ഡോക്ടേഴ്സ് സർജറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ MRI സ്കാനൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. ഞാൻ അവിടെ കൊണ്ടുവന്നത് ഞാൻ നോക്കി പറഞ്ഞു, അവരോടൊന്നും പറയേണ്ടത് ഞാൻ ഞാൻ നാടി വിളിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് L3 L4 L5 ഡാമേജാണ്, S1 S2 ഡാമേജാണ്, C1 C2 C3 C7 വരയ്ക്കും ഡാമേജാണ്. അതാണ് നിങ്ങളുടെ പ്രോബ്ലം. അതുകൊണ്ട് നിങ്ങൾക്ക് തരിപ്പ് ഉണ്ടാവും, വേദന ഉണ്ടാവും, കാലത്ത് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല എനിക്ക് L3 L5 മാത്രമേ L4 L5 മാത്രമേ ഡാമേജ് ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഇതൊക്കെ ഡാമേജ് ആണ്. അപ്പോൾ അല്ലേ ഞാൻ MRI കൊണ്ടുവന്നില്ല. ശരി, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ശരി നിങ്ങൾ MRI ഒന്ന് കാണട്ടെ. MRIയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ്. അപ്പൊ ഇവർ S1 S2 എവിടെയാണെന്ന് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞു, ഇന്ന തൊട്ട് കാണിച്ചു കൊടുത്തു. C1 തൊട്ട് C7 വരെയുള്ള കാര്യങ്ങൾ അതിനാണ്. അപ്പൊ എനിക്കിവിടെ ഒന്നും വേദനയില്ലല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ വേദനയില്ല, പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങളുടെ കൈനും കാലിലും വരുന്നത് എന്നുള്ള അതിന്റെ ബുദ്ധിമുട്ട് മറ്റുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ എനിക്ക് കൈ ധരിക്കാറുണ്ടോ? കൈ ധരിക്കാറുണ്ട്. കൈന് വേദനയുണ്ടോ? കൈന് വേദനയുണ്ട്. കാല് ധരിക്കാറുണ്ടോ? ഉണ്ട്. എനിക്ക് കോച്ചിപ്പിടുത്തം കൂടുതലാണ്, രാവിലെ എഴുന്നേക്കാൻ കഴിയില്ല. ഇതൊക്കെ എനിക്ക് ഗുണം അതാണ്. അതിന് ട്രീറ്റ്മെന്റ് ചെയ്താലേ ശരിയാവും. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു അസുഖത്തെ കണ്ടെത്തുന്നത്. സത്യത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഈ ഒരു ചികിത്സാ മേഖലയിൽ നിൽക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം
പല തരത്തിലുള്ള രോഗികളായിരിക്കും നമ്മളിലേക്ക് എത്തുന്നത്. തീർച്ചയായും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളിലെ നമ്മളുടെ ട്രീറ്റ്മെന്റ് എത്തുമ്പോൾ അത് സക്സസ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. നമ്മൾ ചെയ്തതിൽ കൂടി അവർക്കൊരു ഒരു ജീവിതം ആണ് ലഭ്യമാകുന്നത്. തീർച്ചയായും അങ്ങനത്തെ അനുഭവങ്ങൾ വല്ലതും താങ്കളുടെ മനസ്സിലുണ്ടോ? ഇഷ്ടം പോലെയുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു താമരശ്ശേരിയിൽ, കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു മുസ്ലിം ലേഡി ഉണ്ടായിരുന്നു. അവർക്ക് ലിവർ സിറോസിസ് ആയിരുന്നു. ലിവർ സിറോസിസ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് അത് വർഷങ്ങളായി, ഏകദേശം 10-25 വർഷങ്ങളായിട്ട് അവർക്ക് വരെ എത്തി. അവര് കാണിക്കാത്ത വൈദ്യന്മാരില്ല, ഡോക്ടർമാരില്ല. ലാസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞിരിക്കുന്നു മിംസില്, കോഴിക്കോട് മിംസില്. 35 ലക്ഷം രൂപ വേണം, ഉറപ്പാണ്. അതെ. അപ്പം 5 ലക്ഷം രൂപ അവരോട് ഇമ്മീഡിയറ്റ് ആയിട്ട് കെട്ടിവെക്കാൻ പറഞ്ഞു. ഇവര് 5 ലക്ഷം രൂപ കെട്ടിവെച്ചു. ഇവർക്ക് അങ്ങനെ ഇതൊന്നുമില്ല, സാമ്പത്തികമുള്ള ടീമൊന്നുമില്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ടതുകൊണ്ട് അവർക്ക് കണ്ടമാനം സഹായങ്ങൾ, ചാരിറ്റി ഇത് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇയാള് ലോഡിംഗ് മാനാണ്. അത് ഏറ്റവും വലിയ ഇതൊന്നുമില്ല, ലോഡിംഗ് മാനാണ്. ഇപ്പൊ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞാൻ അന്ന് പഞ്ചാബിലായിരുന്നു. ഇവിടെ കൊറോണ സമയമാണ്. ഇവിടെ നമുക്ക് വലിയ പണിയൊന്നുമില്ല. അപ്പൊ എനിക്ക് പഞ്ചാബിൽ എനിക്ക് അവിടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, പാർക്കിൻസൺ വന്നിട്ടുള്ള പേഷ്യന്റ്. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ചെയ്യുന്നത്. അപ്പൊ വെച്ചാൽ അവർ എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്ത് നിങ്ങൾ റിപ്പോർട്ടൊക്കെ ആക്കി നോക്കട്ടെ. റിപ്പോർട്ട് ഞാൻ നോക്കി അവരോട് പറഞ്ഞു, തൽക്കാലം എനിക്കിപ്പോൾ നേരിൽ ഇവരെ കാണാൻ പറ്റില്ല. നേരിൽ കാണുന്നുണ്ടെങ്കിൽ 1 മാസമാകും ഞാൻ വരാൻ. ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഒന്നിൽ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇതില്ല. അപ്പൊ അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പുറത്തിറങ്ങിയ ഛർദിക്കും, കിടപ്പിലാണ്. ഇങ്ങനെ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് പറഞ്ഞിട്ട് ഇത് ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷെ കൊറോണ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് ക്രിയാറ്റിൻ കൂടിയതുകൊണ്ട് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, 1 മാസത്തിനുള്ള മരുന്ന് ഞാൻ തരാം. അതിപ്പോ വീട്ടിൽ നിന്ന് അയച്ചു തരും. ഞാൻ പഞ്ചാബിലാണെങ്കിലും ഇവിടെ നിന്ന് അയച്ചു തരും. നിങ്ങൾ 1 മാസത്തെ മരുന്ന് കഴിക്കാം. എന്നിട്ട് ഞാൻ 1 മാസം കഴിഞ്ഞ് വരും. അപ്പൊ എന്നെ വന്ന് കാണും, എന്നിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം. അങ്ങനെ ഞാൻ 1 മാസത്തെ മരുന്ന് അയച്ചു കൊടുത്തു. ഇവിടെ നിന്ന് അയക്കാൻ പറഞ്ഞ് അയച്ചു കൊടുത്തതെന്ന് കൃത്യം 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് വെച്ചാൽ അവരെ കാണാൻ വേണ്ടിയിട്ട് താമരശ്ശേരിക്ക് ഞാൻ പോയി. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഹോസ്പിറ്റലുണ്ടാവും, അവിടെ പോയി അവരെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. വന്നു അപ്പൊ അവര് വന്നത് ഓട്ടോയിലാണ് വന്നത്. ഈ വന്ന ഉടനെ ഈ ഏകദേശം എത്ര വയസ്സുണ്ടാവും ആ സ്ത്രീക്ക്? അത് 40-45 വയസ്സ്. അത്രേ ഉള്ളൂ. അതെ, ചെറുതാണ്. പൊതുവെ മുസ്ലിങ്ങൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഈ വന്നത് ഇവരുടെ അമ്മ, ഈ സ്ത്രീയുടെ അമ്മയുണ്ട്, ഭർത്താവും കൂടി വന്നു. ഭർത്താവ് വന്നിട്ട് വേഗം ഓടി വന്നിട്ട് എൻ്റെ കാലിൽ പിടിച്ചിട്ട് പറഞ്ഞു, 25 വർഷമായി വൈദ്യരെ, എനിക്ക് എൻ്റെ ഭാര്യ ചായ വെച്ച് തന്നിട്ട്, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നിട്ട് 25 വർഷമായി. ഇന്നാണ് അവരെനിക്ക് ചായ വെച്ച് തന്നത്. വലിയ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കാര്യമല്ലേ. അപ്പൊ എനിക്ക് ഇത്രയും സീരിയസ് ആണെന്ന് ഞാനും അറിയുന്നില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ല. അപ്പൊ അതിനവിടെ ശരി. പിന്നെ നോക്കി സംസാരിച്ചതൊക്കെ ചെയ്ത് അവരോട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് ഇന്നിപ്പോൾ അപ്പോൾ താമരശ്ശേരിയും ഇവരുടെ വീട് തമ്മിൽ ഒരു 6 കിലോമീറ്റർ എന്തോ വ്യത്യാസമാണ്. അപ്പോൾ ഓട്ടോയിൽ വന്നു, വീട്ടിലേക്ക് കയറുമ്പോഴേക്കും ഛർദ്ദിക്കും, അതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ കുഴപ്പമില്ല, അടുത്ത മാസം നിങ്ങൾ പാലക്കാട്ടേക്ക് വരണം, ഞാനിങ്ങോട്ട് വരില്ല, പാലക്കാട്ടേക്ക് വരണം. പാലക്കാട് വന്നിട്ട് നമുക്ക് അയ്യോ വൈദ്യരെ എനിക്ക് പറ്റും തോന്നുന്നില്ല, ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഛർദ്ദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഛർദ്ദിക്കൊന്നുമില്ല, നിങ്ങൾ വന്നോളാം. അങ്ങനെ അതേപോലെ കൃത്യം പിറ്റത്തെ മാസം അവർ ഫാമിലിയായിട്ട് ഇങ്ങോട്ട് വന്നു. അവരൊരു 5-8 പേര് ഒരു വലിയ ഇന്നോവയൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവര് പേടിച്ചിട്ടാണ് വരുന്നത്, കാരണം വൈകുന്നേരം ഛർദ്ദിച്ചുള്ളത്. ഇവിടെ വന്ന് ഛർദ്ദിച്ചിട്ടൊന്നുമില്ല. വൈദ്യുതി പറഞ്ഞ പോലെ ഇത്രയും നേരമായിട്ട് ഇപ്പോൾ ഛർദ്ദിച്ചിട്ടില്ല, അതിനുശേഷം ഛർദ്ദിച്ചിട്ടില്ല. ശരി, ഇവിടെ ഒന്ന് സംസാരിച്ചതൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ച് ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത്. കൃത്യം 6 മാസം അവർക്ക് അസുഖം പൂർണ്ണമായും ഭേദമായി. സിറോസിസ് ഭേദമായി. ഇപ്പൊ അവര് സുഖമായിട്ട് 10 മണി വരെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അവര് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ. ലിവർ മാറ്റി വെക്കാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയും അതിനുശേഷം അതിന്റെ മെഡിസിന്റെ ചെലവുകളും ആ ജീവിതം പിന്നീട് അങ്ങോട്ട് മരുന്നുകളുമായിട്ടുള്ള ജീവിതമാണല്ലോ.
അപ്പം അങ്ങനെ ഇല്ലാതെ അത് വെച്ചാൽ അവർ പറയും അയ്യോ വൈദ്യുതി ദൈവമാണ്. അപ്പം അന്ന് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു അവിടെ. അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ. അപ്പം അമ്മയാണ്. അമ്മ നിങ്ങളുടെ മകൻ ദൈവമാണ്. വൈദ്യർ അതുപോലെ തന്നെ താങ്കളുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള ചികിത്സ, കൃത്യമായ റിസൾട്ട്, താങ്കൾ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയും അത് തന്നെയാണ്. കാര്യം നമ്മളിലേക്ക് എത്തുന്നവർക്ക് ഒരു പരാജയം ഉണ്ടാകാൻ മാക്സിമം ഉണ്ടാകാതിരിക്കാനാണ് താങ്കൾ ശ്രമിക്കുന്നതും അതിനനുസരിച്ചുള്ള റിസൾട്ട് താങ്കൾക്ക് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെ തരം രോഗങ്ങൾക്കാണ്? സത്യത്തിൽ എല്ലാത്തരം രോഗത്തിനും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ചില ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രധാനമായും ഇപ്പോൾ നമ്മൾ വെച്ചാൽ ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്നത് ഡിസ്ക് സംബന്ധമായിട്ടുള്ള, അപ്പം അതിനുള്ളത് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ലിവർ സിറോസിസ്, അതുപോലെ തൈറോയിഡ് നമ്മൾ വെച്ചാൽ 28 ഡേയ്സിൽ തൈറോയിഡ് മാറ്റാൻ പറ്റും. ഈ തൈറോയിഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ തൈറോയിഡിൻ്റെ ലെവലിൽ നിന്നും താഴോട്ട് നിൽക്കുന്നതിന് എന്താണ് ട്രീറ്റ്മെൻറ്റ്? എല്ലാവർക്കും തൈറോയിഡ് ലെവൽ മുകളിലോട്ടാണ് പോകുന്നത്. സാധാരണ രീതിയിലെന്ന് വെച്ചാൽ ഇതിൽ 2 വിധം തൈറോയിഡുണ്ട്, ഹൈപ്പർ തൈറോയിഡും അതുള്ളത്. അപ്പം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് ലോ ആയി കഴിഞ്ഞാലും പ്രോബ്ലമാണ്, തൈറോയിഡ് അധികമായി കഴിഞ്ഞാലും പ്രോബ്ലം. അതല്ലാതെ വേറൊരു സാധനം കൂടി ഉണ്ട്, അത് ആന്റിബോഡി തൈറോയിഡ് എന്ന് പറയും. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ കാണില്ല. സാധാരണ നോർമൽ T3 T4 TSH എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആന്റിബോഡി തൈറോയിഡ് കാണില്ല. അതിനെ ടെസ്റ്റ് എടുക്കുന്നത് അത് ആന്റിബോഡി തൈറോയിഡിനുള്ള ടെസ്റ്റ് ഉണ്ട്, വേറെ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ തൈറോയിഡ് ടെസ്റ്റിനകത്ത് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ഇത് പ്രധാനമായിട്ടും വരുന്നത് സ്ത്രീകൾക്കാണ്. ആന്റിബോഡി തൈറോയിഡ് വരുന്നത് പ്രധാനമായിട്ടും സ്ത്രീകൾക്കാണ്. അപ്പോൾ സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് അവർ നമ്മൾ പറയുന്ന സമയത്ത് ആ ലക്ഷണങ്ങളൊക്കെ തൈറോയിഡ് ആയിരിക്കും. പക്ഷെ അവർ പറയും ഞങ്ങൾ തൈറോയിഡ് ചെക്ക് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് തൈറോയിഡ് ഇല്ല, ഡോക്ടർ തൈറോയിഡ് ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വൈദ്യൻ എങ്ങനെ തൈറോയിഡ് ഉണ്ടെന്ന് പറയാം, അതാണ് ഒരു ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആന്റിബോഡി തൈറോയിഡ് എടുത്തിട്ടുണ്ടോ? ഇല്ല, അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് സാധാരണ കുറച്ച് ഒന്ന് കോസ്റ്റ്ലിയാണ്, ടെസ്റ്റ് എടുക്കാൻ കോസ്റ്റ്ലിയാണ്. പിന്നെ ആരും തന്നെ അത് അത്ര പെട്ടെന്ന് ഡോക്ടേഴ്സ് ആരും പറയില്ല. കാരണം ഇത് അവർ പൊതുവെ അവരാരും കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. പൊതുവേ എന്ന് വെച്ചാൽ ലക്ഷണങ്ങൾ ഇതുണ്ടാവില്ല, സൂട്ടാവില്ല, തൈറോയിഡിന്റെ ലക്ഷണങ്ങളായിരിക്കില്ല അപ്പൊ അത് സ്വാഭാവികം വേറെ വല്ല ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടോ അല്ലെങ്കിൽ വേറെ ഇത് ചെയ്തത്. അപ്പം പർട്ടിക്കുലർ ചിലർ മാത്രമേ പെട്ടെന്ന് അവർ സ്ട്രൈക്ക് ചെയ്ത് ആന്റിബയോട്ടി തൈറോയിഡ് എടുക്കാൻ പറ്റും. ആന്റിബോഡി തൈറോയിഡ് ഉണ്ടെങ്കിലും ഈ ഇതൊക്കെ ഉണ്ടാവും, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തൈറോയിഡിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ആന്റിബോഡി തൈറോയിഡ് ഉണ്ടാവും. സെയിം ബുദ്ധിമുട്ട് തന്നെ ഇതിനുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് എത്ര സമയത്തിനുള്ള അത് അങ്ങനെ വല്ലതും ഉണ്ടോ? മാക്സിമം തൈറോയിഡ് ഒക്കെ വെച്ചാൽ നമുക്ക് ഒരു 6 മാസം കൊണ്ടൊക്കെ 6 മാസം വേണ്ട, അതിന് മുമ്പ് തന്നെ അത് ഇത് ചെയ്യാം. കാരണം തൈറോയിഡും PCOD ഒക്കെ ഒരേപോലെ, അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഹോർമോൺ ഇൻബാലൻസ് കൊണ്ട് വരും. അപ്പോൾ ഹോർമോൺ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യും. കാരണം സാധാരണ ഇതിൽ ഒരിക്കലും അലോപ്പതിയെ കുറ്റപ്പെടുത്തുന്നതല്ല. അലോപ്പതിയിൽ തൈറോയിഡിന് വെച്ചാൽ ഏത് രോഗത്തിനും സ്ഥിരം മരുന്ന് കഴിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രിൻസിപ്പിൾ. അത് നമ്മൾ കുറ്റം പറയുന്നില്ല, കാരണം അത് അങ്ങനെയാണ്, അത് ക്വാളിറ്റി അങ്ങനെയാണ്. അപ്പോൾ പൂർണ്ണമായും ഇത് ചെയ്യാന്നുള്ളതല്ല, അത് അവര് സമ്മതിക്കില്ല, നമുക്ക് ഇത് ചെയ്യില്ല. അവർ ഒരിക്കലും ആർഗ്യൂ ചെയ്യുന്നില്ല, അവരെ കുറ്റപ്പെടുത്തുന്നുമില്ല. പൂർണ്ണമായി അതൊരു മേഖലയാണ്, ഓരോ സയൻസിന്റെ ഒരു വ്യത്യസ്തമായ മേഖലയാണ്. ഇപ്പൊ നമ്മൾക്ക് വെച്ചാൽ നമുക്കറിയാം തൈറോയിഡ് വെച്ചാൽ എന്താണ്, തൈറോയിഡിനെ എങ്ങനെ ഭേദപ്പെടുത്തുക എന്നുള്ളത് നമുക്കറിയാം. അതിനൊരു ലിമിറ്റഡ് മെഡിസിൻ തയ്യാറാക്കുന്നത്. PCODയും തൈറോയിഡും ഇന്റർ കണക്റ്റഡാണ്. തൈറോയിഡ് ഉള്ള വ്യക്തിക്ക് എന്തായാലും PCOD ഉണ്ടാവും, PCOD ഉള്ള വ്യക്തിക്ക് എന്തായാലും തൈറോയിഡ് ഉണ്ടാവും. ഈ തൈറോയിഡ് കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ ഈ തൈറോയിഡ് അതിന്റെ നോർമൽ ലെവലിൽ നിന്നും ഒരു ചെറിയ രീതിയിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് എന്തായിരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? നമ്മളത് ടോളറേറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ കൊടുക്കും, അപ്പ് ചെയ്യാനുള്ള ഒരിക്കലും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. മണ്ണാർക്കാടുള്ള ഒരു വ്യക്തി ഇവിടെ വന്നിരുന്നു. ആള് മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത്. ആൾക്ക് ഹെർണിയയുടെ അസുഖമുണ്ട്. അവള് ഈ ഹെർണിയയുടെ ഇതുകൊണ്ട് അവള് ലീവ് എടുത്തിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി ലീവ് എടുത്തിരുന്നു. അപ്പൊ അയാളുടെ പെങ്ങളെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തത് ഷുഗറിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം പെങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഹെർണിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞതിൽ വലിയ ഇതൊന്നും വേണ്ട, ഞാൻ ഹെർണിയയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറില്ല, ഞാൻ കുറച്ച് ടിപ്സ് തരാം, അത് നോക്കുക, ചെയ്ത് ചിലപ്പോൾ നോക്കുമെന്നാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഈറം തോർത്ത് കെട്ടിയിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ സംഭവം മാറുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അയ്യോ എനിക്ക് അടുത്ത ദിവസം തന്നെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം,
ഞാനത് വന്നിട്ട് കുറച്ചായി, പക്ഷേ ഇത് എല്ലാവരും സർജറി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് മടിച്ച് നിൽക്കുകയാണ്. അപ്പം പിന്നെ സർജറി മസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മിലിറ്ററി ഹോസ്പിറ്റലാണ് ഏറ്റവും ബെസ്റ്റ്, ചിലവും കുറവ്, ഞങ്ങൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റും കിട്ടും, നിങ്ങൾക്ക് അത് അവിടെ പോയി ചെയ്യാനുള്ളതാണ്. ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്ക്, എന്തായാലും നിങ്ങൾ ഭാരമൊക്കെ തൂക്കിയിട്ടല്ലേ, എന്തായാലും മിലിറ്ററിയിൽ നിങ്ങൾ ഇത് ഡെയിലി എന്തെങ്കിലുമൊക്കെ തൂക്കിയിട്ട് എക്സസൈസ് ചെയ്യണമല്ലോ, അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് നോക്കാൻ വന്നു. ആൾ പോയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് എനിക്ക് വിളിച്ചു പറഞ്ഞു ആ സംഭവം എവിടെ പോയി തന്നെ അറിയില്ല, വൈദ്യം പറഞ്ഞ പോലെ ചെയ്ത് ഞാൻ ദിവസവും കാലത്ത് ഈറം തോർത്ത് കെട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഈ വെയിറ്റും തൂക്കിയിട്ട് ചില എക്സസൈസ് സകല എക്സസൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്കായാലും ഇത് നിസ്സാരമായിട്ട് അടുക്കള പണി ചെയ്യുന്ന സമയത്ത് ഇത് കെട്ടി വെച്ചുള്ള ചെയ്താൽ മതി. ഇപ്പോൾ താങ്കളുടെയിലേക്ക് എത്തുന്ന രോഗികൾ അധികവും അവരുടെ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവർ സക്സസ് ആയിട്ട് പോകുന്നതിന് താങ്കളുടെ ഒരു ചികിത്സാ രീതിയുണ്ട്, കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന അവർക്ക് കൃത്യമായിട്ട് അതിന് റിസൾട്ട് ഉണ്ടാകാറുണ്ട്. താങ്കളുടെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ് നമ്മൾ ഇത്രയ്ക്കും ഒരു വിജയത്തിലേക്ക് എത്തുവാനുള്ള താങ്കൾ ഉപയോഗിക്കുന്ന ഒരു രീതി? ശരിക്കും പറഞ്ഞ ഒരു ഏറ്റവും സക്സസ് ആയിട്ട് രീതി എന്ന് പറയുന്നത് വെച്ചാൽ എനിക്ക് കഷായങ്ങളോ അരിഷ്ടങ്ങളോ ലേഹ്യങ്ങളോ ഇല്ല, അങ്ങനൊന്നും ഇല്ല. അത് ചില വെച്ചപ്പോൾ നിങ്ങൾ എന്ത് ആയുർവേദ വൈദ്യനോ അല്ലെങ്കിൽ എന്ത് സിദ്ധവൈദ്യമാണെന്ന് ചോദിക്കും. പക്ഷെ അതായത് അതിന് കുറെ ന്യൂനതകളുണ്ട്. അന്നത്തെ കാലത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഒന്നുമല്ല. ഇപ്പൊ പണ്ടത്തെ വൈദ്യന്മാർക്കൊക്കെ ആണെങ്കിൽ കഷായം കുറിപ്പടി എഴുതി കൊടുക്കും, നാട്ടുമരുന്ന് കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വരിക, വൈദ്യനെ കാണിച്ചിട്ട് വേണം വീട്ടിൽ കൊണ്ടുപോകാൻ, എന്നിട്ട് വൈദ്യന് ഓരോ പാർട്ടായിട്ട് തിരിച്ചു കൊടുക്കും. ഇത് നീ പുളിവിറ ഇട്ടിട്ട് 4 ലിറ്റർ വെള്ളത്തിന് 2 ലിറ്റർ ആക്കാൻ, ലിറ്ററല്ല ഇടകൈ, 4 ഇടകൈ വെള്ളത്തിന് 1 ഇടകൈയാക്കി വെച്ചിട്ട് ഇതിൽ ദിവസം ഒരു 30 ml 60 ml വെച്ച് കുടിക്കാൻ പറയും. അതായത് പണ്ടുള്ള വൈദ്യന്മാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യം പുളിവിറ പറയും, പിന്നെ ചിലരോട് പറയും മാവിൻ്റെ വിറകിട്ട് കത്തിക്കാൻ, ചിലരോട് വേപ്പിൻ്റെ വിറകിട്ട് കത്തിക്കാൻ പറയും, ചിലരോട് പ്ലാവിൻ്റെ വിറകിട്ട് കത്തിക്കാൻ പറയും. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെക്കുന്ന ഈ കത്തിക്കുന്ന വിറകിൻ്റെ ചൂടുണ്ട്, ഓരോ വിറകിനും ഓരോ ഡിഗ്രിയാണ് ചൂട്. അതിന് ക്രമീകരിച്ചാൽ മാത്രമേ അത് വറ്റിയാൽ ആ 4 ഇടങ്ങഴി 2 ഇടങ്ങഴി ആകുമ്പോൾ 1 ഇടങ്ങഴിയായി വറ്റുമ്പോൾ ഉണ്ടാകുന്ന ഇത് ഈ വിറകിൻ്റെ ഗുണവും. അപ്പോൾ വാദസംബന്ധമായിട്ട് രോഗത്തിനൊക്കെ പുളിവിറയിട്ടാണ് കത്തിക്കാൻ പറയുന്നത്. ആ പുളി വാദത്തിന് വിധി ചെയ്യുന്നതാണ്, അപ്പം വേദന സംഹാരി കൂടിയാണ്. അപ്പം അതിട്ട് കത്തിച്ചിട്ട് കഷായം കഴിച്ചപ്പോൾ അതിൻ്റെ ഗുണം കൂടി അതിന് കിട്ടും. ഇന്ന് കഷായം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സ്റ്റീമറിലിട്ടിട്ട് 1 മിനിറ്റ് കൊണ്ടാണ് 10,000 ലിറ്റർ 20,000 ലിറ്റർ വരുന്നത്. ഫിഷി മെഷീനറീസ് ആണ്. കാരണം അതല്ലാതെ പറ്റൂല. അത് ഇന്നത്തെ കാലത്ത് അതല്ലാതെ പറ്റില്ല. അതായത് ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ സാഹചര്യം ടെക്നോളജി വർദ്ധിക്കുന്നവർ നമ്മളും അതിനെ ഉപയോഗിക്കും. നമ്മൾ അതുകൊണ്ട് ഈ കഷായങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പം നമ്മൾ ഒരു രോഗി വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കഷായം ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞാൽ അവർ, കാരണം വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം എന്തിനപ്പം ഉണ്ടാക്കി. അപ്പം അതുകൊണ്ട് അവരും രോഗികളതിന് മെനക്കെടില്ല. രോഗികൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അലോപ്പതി പോയി കഴിഞ്ഞാൽ 2 ടാബ്ലറ്റ് അല്ലെങ്കിൽ 2 ക്യാപ്സൂൾ. ഇയാളെ പോയിട്ട് കഷായം അരിഷ്ടം മാറ്റി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ ഒരു ഇതല്ലേ, സമയമില്ല. അതേപോലെ ഇപ്പൊ ആയുർവേദത്തിൽ പോയി കഴിഞ്ഞാലും ഡോക്ടർ അവരും കഷായമൊക്കെ മാറി. ഇപ്പൊ കഷായം ടാബ്ലറ്റോ അല്ലെങ്കിൽ അതും ഇതൊക്കെ തന്നെയാണ്, എല്ലാതും പോകാതല്ല. അപ്പൊ അതിലും കാര്യമില്ല. അപ്പൊ ഏറ്റവും എളുപ്പം അതൊക്കെ ഉള്ള സമയത്ത് കഷായം വെച്ച് കഴിക്കാൻ പറഞ്ഞാൽ ഒരാളും ചെയ്യില്ല. നമ്മുടെ കാലത്ത് വൈദ്യരൊക്കെ ഇതിന്റെ കഷായ കൂട്ട് കൊടുത്തു വിടുമായിരുന്നു, നിങ്ങൾ പോയി തയ്യാറാക്കണത്. അതിനാണ് ഈ പറഞ്ഞത്, വിറകിന്റെ കാര്യം കൂടി പറഞ്ഞത്. ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ല. കഷായ കൂട്ട് കൊടുത്തു വെച്ചാൽ ഞാൻ ഇവിടെ ഇറങ്ങിയ ഉടനെ വലിച്ചെറിച്ചിട്ട് പോകും, ഇയാൾക്ക് ഭ്രാന്താണെന്നും പറഞ്ഞിട്ട്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചൂർണ്ണങ്ങളാണ്, പൗഡർ ഫോമിലാണ് എല്ലാം. കഷായത്തിന് വേണ്ട എല്ലാം തന്നെ പൗഡർ ഫോമിലാക്കി അതാണ് നമ്മൾ കൊടുക്കുന്നത് മെയിനായിട്ട്. ചില അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ ക്യാപ്സൂളാക്കി കൊടുക്കുന്നുണ്ട്. ചില അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെച്ചാൽ ഒരാൾ നമ്മുടെ സിദ്ധവൈദ്യത്തിൽ പ്രധാനമായും പറയുന്നത് വെച്ചാൽ 1 അരിമണി തൂക്കം, 1 പയർ തൂക്കം, 1 കുരുമുളക് തൂക്കം എന്നൊക്കെയാണ് ചില അളവുകൾ. ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എടുത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനുള്ള അളവിനനുസരിച്ചിട്ട് മറ്റുള്ള വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമ്മളത് ക്യാപ്സൂളാക്കി അങ്ങനെ കൊടുക്കും. അപ്പൊ അതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഒരു പേഷ്യന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ അളവിന് കൃത്യമായിട്ട് കഴിക്കണം. ഒരാൾക്ക് പറ്റില്ല, കാരണം ഇപ്പൊ 1 അരിമണി തൂക്കത്തിൽ ത്രാസം കല്ലും കൊണ്ട് വെച്ചിരിക്കാൻ പറ്റില്ല. അതില്ല, അത് നടക്കണ കാര്യമില്ല. അത് പണ്ട് കാലത്ത് ഇതിനെ അപജയം അതായിരുന്നു. വൈദ്യന്മാരെ വെച്ച് പറയുന്ന സമയത്ത് ഇത് എങ്ങനെയാ കഴിക്കേണ്ടതെന്നുള്ള പറഞ്ഞാൽ അതൊന്നും അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഏറ്റക്കുറച്ചുകളുണ്ടാവും. ഇപ്പൊ 1 അരിമണി തൂക്കം എടുക്കാൻ പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ അത് 3-4 അരിമണിയാവും, അല്ലെങ്കിൽ അത് ഒട്ടും ഉണ്ടാവില്ല.
അപ്പൊ അതിന്റെ ഒരു കൃത്യമായിട്ട് അളവിന് വേണ്ടി നമ്മൾ അതൊരു ടാബ്ലറ്റ് രൂപത്തിലാക്കുന്നു, ക്യാപ്സൂൾ രൂപത്തിലാക്കി വളരെ ഈസിയാണ്. വളരെ ഈസി. അതെ, അതപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നവർക്കും വളരെ എളുപ്പമാണ്. കൃത്യമായിട്ടുള്ള അളവിൽ മരുന്നുള്ളിൽ ചെല്ലുകയും ചെയ്യും. ഓക്കെ. അതുപോലെ താങ്കളുടെ എണ്ണകളും വളരെ വളരെ അതെ പലതും നമ്മൾ കാച്ചിട്ടുണ്ടാക്കുന്നത്. നമ്മൾ തൈലങ്ങളായിട്ടുള്ളത് ഇതുണ്ട്. ഇപ്പൊ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെമ്മറി ലോസ്, അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ADH എന്നുള്ള അസുഖങ്ങൾ വെച്ച് കഴിഞ്ഞാല് വെറി പിടിച്ച പോലെ അതെല്ലാം ഒരു ഇതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളവർ അത് ഇത് ചെയ്യുന്നത്. പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ അപസ്മാരം പോലുള്ള അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ കാച്ചിട്ടുള്ള തൈലങ്ങൾ എണ്ണകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഈ ടോൺസിലൈറ്റ്സ് പോലുള്ള പ്രശ്നങ്ങൾക്ക് അത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. കാരണം ഒരു AC റൂമിനകത്തിരിക്കാൻ കഴിയുന്നില്ല, തണുപ്പുള്ള സമയങ്ങളിൽ ഇറങ്ങി പുറത്ത് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾക്കൊക്കെ അതിനെന്താണ് ട്രീറ്റ്മെന്റ്? ട്രീറ്റ്മെന്റ് വെച്ചാൽ നമ്മൾ മെഡിസിൻ എടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലാതെ തന്നെ മാറുന്നതുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. അത് ഒരു ടിപ്സ് പറയാം. അതായത് മറ്റു എല്ലാവർക്കും അത് ഗുണം വരാം. ചെറുനാരങ്ങ മുറി കട്ട് ചെയ്തിട്ട് അതിൽ കുരുമുളക് കൂടി മിക്സ് ചെയ്തിട്ട്, കുരുമുളകും ഉപ്പും കൂടിയിട്ട്, ഇന്ദുപ്പ് കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ എന്താ പറയുക, ഈ കുരുമുളകും ഇന്ദുപ്പും കൂടി ഉള്ള മിശ്രിതത്തിൽ നാരങ്ങ മുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഐസ് തിന്നുന്ന പോലെ നക്കി നക്കി തിന്നാം. അത് ചെയ്യുന്നത്. അപ്പൊ ഈ ഇത് ചെയ്യുന്നത് വെച്ചാൽ ടോൺസിൽസ് പെട്ടെന്ന് ഇതായിപ്പോകും, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതൊക്കെ ചെറിയ ചെറിയ ടിപ്സുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെ. അത്രയാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ചിലന്നിട്ട് വെച്ചാൽ അതുപോലെ തന്നെ ഉപ്പുവെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് ഇത് മാറും. പിന്നെ ഒരുപാട് ഇതൊക്കെയാണ് പഴുത്തൊക്കെ വരുമ്പോഴോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് മരുന്നുകളിലേക്ക്. സ്വാഭാവിക ചെറിയ ചെറിയ ഇഷ്ടത്തിനൊന്നും മരുന്ന് വേണ്ട. പലതും നിസാര കാര്യം കൊണ്ട് മാറും. വളരെയധികം സന്തോഷം സേതുമാധവൻ വൈദ്യർ. കാരണം ഈ ഒരു ചികിത്സാ മേഖലകളിൽ നമ്മൾ കേരളത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വൈദ്യനാണ് സേതുമാധവൻ വൈദ്യർ. അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മളത് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ അദ്ദേഹത്തിന് മുമ്പിലിരിക്കുമ്പോൾ അത് വളരെയധികം സന്തോഷം നമുക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അറിവുകളും അനുഭവങ്ങളും ചികിത്സാ രീതികളൊക്കെ പങ്കുവെക്കുമ്പോൾ വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് രോഗികൾക്ക് താങ്കളുടെ ഈ ഒരു കൈകൾ കൊണ്ട് അല്ലെങ്കിൽ താങ്കളുടെ സേവനം കൊണ്ട് അവർക്കൊരു നല്ലൊരു ജീവിതം, അസുഖമില്ലാത്തൊരു ജീവിതം അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്തൊരു ജീവിതം കിട്ടുവാൻ ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഒരു വിലപ്പെട്ട സമയം നമ്മളുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കാണിച്ച മനസ്സിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ താങ്കളുടെ ഈ ഒരു എല്ലാവിധ ചികിത്സാ ജീവിതത്തിനും പൂർണ്ണ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന ഫാമിലി, താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആരൊക്കെയാണുള്ളത്, അവരുടെ വിശേഷങ്ങൾ? കുടുംബം ഒരു ചെറിയ അണുകുടുംബം എന്ന് പറയാം. ഭാര്യ, മകൾ. മകൻ ഷാർജയിലാണ്, അവൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. മകള് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് കോസ്മെറ്റോളജിയും കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അവളൊരു മോഡൽ ആർട്ടിസ്റ്റ് കൂടിയാണ്. വളരെ സന്തോഷം. അവരുടെ എല്ലാ സപ്പോർട്ടും എല്ലാ ഇതുണ്ട്. വൈഫ് എന്നെ കൂടെ സഹായിക്കുന്നുണ്ട്, മരുന്നുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം രോഗികളെ ഇത് ചെയ്യാനും ഒരു ഇതുണ്ട്. ചില ലേഡീസൊക്കെ വന്നു കഴിഞ്ഞാൽ അവരാണ് ഒഴിയാനും മറ്റൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ താങ്കളെ തേടി ഇപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും രോഗികൾ എത്തുന്നുണ്ടെങ്കിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട്, ഇപ്പം നമ്മളിവിടെ ഇരുന്നപ്പോൾ തന്നെ താങ്കളെ തേടി എത്തുന്ന കോളുകൾ അധികവും തമിഴ്നാട് കേന്ദ്രീകരിച്ച് തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്നാണല്ലോ. അപ്പം അവർക്ക് ഇവിടെ എത്താനും എളുപ്പം ഉള്ളൊരു സ്ഥലം കൂടിയാണല്ലേ? തീർച്ചയായും. കാരണം ഇവിടുന്ന് തമിഴ്നാട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് ബോർഡറാണ്, 20 കിലോമീറ്ററേ ഉള്ളൂ. കോയമ്പത്തൂരിൽ നിന്നൊക്കെ വെച്ചാൽ 40-45 കിലോമീറ്ററേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരു മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. പാലക്കാട് ടച്ച് ചെയ്യണം, അല്ലാതെ തന്നെ വരാൻ പറ്റും. അതുപോലെ പൊള്ളാച്ചിയിൽ നിന്നൊക്കെ വരുന്ന ചിലവ് തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ രോഗികൾ വരുന്നുണ്ട് പല ഭാഗത്തും. ഈവൻ കർണാടകത്തിൽ നിന്നുണ്ട് പല ഇതുണ്ട്. ഞാൻ ഇടയ്ക്ക് കർണാടകത്തിൽ പോകാറുണ്ട്. ബാംഗ്ലൂരൊക്കെ വർഷത്തിൽ 10 ദിവസം അവിടെ പോയി നിൽക്കാറുണ്ടല്ലേ? വളരെയധികം സന്തോഷം വൈദ്യർ. കാരണം നല്ലൊരു എപ്പിസോഡ് സമ്മാനിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ താങ്കളുടെ ചികിത്സ, താങ്കളുടെ ജീവിതം ഒരുപാട് പേർക്ക് ഗുണകരമാകട്ടെ, അവർക്കൊരു ആശ്വാസകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.